സർ, ഈ കായികവും രാഷ്ട്രീയവും കൂട്ടിക്കുഴച്ച് ഈ ഒളിമ്പിക്സിനെ ഇത്ര നാശമാക്കേണ്ടതിൻ്റെ കാര്യമുണ്ടോ? കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വിനേഷ് ഫോഗട്ടിൻ്റെ ഒക്കെ ചർച്ച ചെയ്തതാണ്. ഇത്രത്തോളം ഈ കുളം തോണ്ടാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കണം. എന്തിനാണ് ഇങ്ങനെ രാഷ്ട്രീയം ഈ ഒളിമ്പിക്സിലേക്ക് കൂട്ടിക്കുഴയ്ക്കുന്നത്? ആർക്കാണ് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത്? ഇല്ല, സ്പോർട്സും ദേശീയതയുമായിട്ട് പണ്ട് തുടങ്ങിയ ഒരു ബന്ധമുണ്ട്. കാരണം സ്പോർട്സിൽ ജയിക്കുന്നത് ദേശീയതയുടെ ഒരു വിജയമായിട്ടാണ് പണ്ട് തുടങ്ങി പല രാജ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മതരാജ്യങ്ങളും ഏകാധിപത്യ രാജ്യങ്ങളും കുറെ കൂടുതലായിട്ട് ചേരുന്നു. അത് കഴിഞ്ഞപ്പോൾ അത് ജനാധിപത്യ രാജ്യങ്ങളിലും ആ ഒരു ട്രെൻഡ് ദേശീയതയും സ്പോർട്സിലെ വിജയവുമായിട്ട് ഒരു റിലേഷൻ ഉണ്ട്. അല്ലെങ്കിൽ എപ്പോഴും സ്പോർട്സിനെ സപ്പോർട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ ആ കാണികൾ ദേശീയവാദികളായിരിക്കും. ദേശീയ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഓടുകയോ ചാടുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നവർ ദേശീയവാദികളായിരിക്കും. ദേശീയവാദികളല്ലാത്ത മനുഷ്യർ അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ളവരും ആന്റി നാഷണൽസും, അവർക്ക് ദേശീയ ടീം ജയിക്കുന്നതിനോടോ തോക്കുന്നതിനോടോ ഒന്നും വലിയ താല്പര്യമില്ല. സ്പോർട്സ് ഒന്നും ആവശ്യമില്ല. സ്പോർട്സുകാരൻ മുടിഞ്ഞു പോട്ടെ, രാജ്യത്തിന്റെ ടീം ജയിക്കണമെന്ന് അവർക്ക് വലിയ ആഗ്രഹമില്ല. അതായത് നമുക്കറിയാം, ഇന്ത്യയുടെ ടീം തോക്കുമ്പോൾ ആ ന്യൂസിന്റെ അടി വന്ന് ഫേസ്ബുക്കിൽ ഹഹഹ ഇടുന്ന ആൾക്കാരുണ്ട്. പാകിസ്ഥാനും ചൈനയും സപ്പോർട്ട് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ദേശീയ ടീമിന് മെഡൽ കിട്ടരുത്, ദേശീയ ടീം തോക്കണം എന്നുള്ളതാണ് അവരുടെ മനസ്സിലുള്ള ആഗ്രഹം. ഇന്ത്യയുടെ പ്രതിപക്ഷമൊക്കെ ആ രീതിയിലുള്ള ആൾക്കാരാണ്. അതായത് നമ്മുടെ ദേശീയ ടീം ജയിക്കണമെന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് ആഗ്രഹമില്ല. അതെങ്ങനെയെങ്കിലും ഇല്ലാണ്ടാകണമെന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അല്ലെ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ ഒരു ചാൻസ് എന്നപോലെ. ഇനി രണ്ടാമത്തെ കാര്യം, പല രാജ്യങ്ങളും സമ്പന്ന രാജ്യങ്ങളും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലും ചില കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ചില ആൾക്കാരെ ചാക്കിട്ട് പിടിച്ചോ അല്ലെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒരു വഴിവിട്ട മാർഗത്തിലൂടെ വിജയം സമ്പാദിക്കാൻ ശ്രമിക്കും. ഇപ്പൊ തന്നെ ഖത്തർ എന്ന് പറയുന്ന ഒരു രാജ്യം ഫുട്ബോളിൽ ഫിഫയ്ക്ക് പൈസ കൊടുത്ത് ഇല്ലാത്ത ഗോൾ ഉണ്ടെന്ന് വരുത്തി ഇന്ത്യയെ തോപ്പിച്ചു ഒരു ടൂർണമെന്റിൽ. അപ്പൊ ഇതേ സംവിധാനം നമ്മളുടെ വളരെ പണ്ട് നമ്മൾ ഹോക്കിക്ക് അമേരിക്കയ്ക്കെതിരെ മുമ്പിൽ നിൽക്കുമ്പം അമേരിക്കൻ ടീം നമുക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു. നമ്മുടെ ഹോക്കി കളിക്കാരുടെ വടിയിൽ എന്തോ പ്രശ്നമുണ്ട്, അതിനകത്ത് എന്തോ കൂടോത്രം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ഇവരുടെ ഹോക്കി സ്റ്റിക്ക് മാറ്റണമെന്ന്. അപ്പൊ നമ്മുടെ അന്നത്തെ ക്യാപ്റ്റൻ ആയിരുന്ന ധ്യാൻചന്ദ് പറഞ്ഞു, ഒരു കാര്യം ചെയ്തോ, നിങ്ങളുടെ വടി ഞങ്ങൾക്ക് തന്നേരം, ഞങ്ങളുടെ വടി നിങ്ങൾ എടുത്തോ, കളിച്ചോ. അത് ചെയ്തിട്ട് നമ്മളാണ് ജയിച്ചത്. 10-24 ഗോൾ നമ്മൾ അടിച്ചു. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയെ പോലെ ഒരു രാജ്യം ജയിക്കുന്നതിൽ ഈ സ്പോർട്സിൽ നേരത്തെ മേധാവിത്വമുള്ള പല രാജ്യങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ട്. ഇന്ത്യൻ കളിക്കാർക്കെതിരെ, ഇന്ത്യൻ ടീമിനെതിരെയും പല മേഖലകളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഈ ക്രിക്കറ്റിൽ മാച്ച് ഫിക്സിംഗ് ഉണ്ടായിരുന്ന സമയത്ത് പാകിസ്ഥാൻ ജയിച്ച പല കളികളും അമ്പയർമാരും അന്നത്തെ ICC ഒക്കെ കൂടെ അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. ഇപ്പൊ ICCയുടെ നേതൃത്വം ഇന്ത്യയുടെ കയ്യിലാണ്. അപ്പൊ ഇന്ത്യക്ക് കുറച്ചുകൂടെ നീതി കിട്ടാൻ തുടങ്ങി. ഇപ്പൊ ആ ഒരു സംഭവം നിലവിലുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഈ ഗുസ്തിയിൽ സംഭവിച്ചത് നിർഭാഗ്യവശാൽ നമ്മൾ ഒരു കളിക്കാരി എന്നുള്ള നിലയിൽ വിനീഷ് ഫോഗട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നു. അവർക്ക് മെഡൽ കിട്ടണമെന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. അവരുടെ രാഷ്ട്രീയം ഇതിൽ വിഷയമല്ല. അവര് ഇന്ത്യയുടെ പ്രതിപക്ഷത്താണെന്നുള്ളത് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ കൂടെയാണെന്നുള്ളത്, ഗവൺമെന്റിനെ വിമർശിക്കുന്നതാണെന്നുള്ളത് നമുക്കൊരു ഇഷ്യൂ അല്ല. കാരണം അവര് മെഡൽ എടുത്താലും നമുക്ക് സപ്പോർട്ടാണ്. ഞാൻ വ്യക്തിപരമായിട്ട് ഒരു PFI കാരൻ പോയി, ഇവിടെ നിരോധിത സംഘടനയായ PFI കാരൻ പോയി ഇന്ത്യക്ക് വേണ്ടി മെഡൽ എടുത്താൽ പോലും നല്ലതെന്ന് ഞാൻ പറയത്തുള്ളൂ. സ്പോർട്സിൽ ഒരു പ്രതിപക്ഷമാണെന്നോ തീവ്രവാദിയാണെന്നോ ഒന്നും നോട്ടമില്ല, മെഡൽ എടുത്താൽ എടുക്കട്ടെ, അത്ര തന്നെ, മെഡൽ എടുക്കട്ടെ എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു വനിത ഒരു പ്രതിപക്ഷത്തുള്ള ആണെങ്കിലും അവർ മെഡൽ എടുക്കട്ടെ എന്നുള്ളതാണ്. ആ വനിതയെ സപ്പോർട്ട് ചെയ്യാണ്. ഗവൺമെന്റ് ഏതാണ്ട് 19 ലക്ഷം രൂപ അവർക്ക് സ്പോൺസർ ചെയ്തിരുന്നു. പക്ഷെ അവര് ഒരു ടാക്ടിക്കലായിട്ട് അവർക്ക് ഒരു അബദ്ധം പറ്റി. ആ അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ, അവർ 53 കിലോഗ്രാമിലാണ് മത്സരിച്ചുകൊണ്ടിരുന്നത്. 53 കിലോഗ്രാമിൽ കുറെ കൂടെ വെയിറ്റ് ഉള്ള വനിതകളാണ് വരുന്നത്. അവിടെ പിടിച്ചു നിൽക്കാൻ അവർക്ക് പറ്റാതായപ്പോൾ അവർ 50 കിലോഗ്രാമിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ ഈ 53-ൽ നിന്ന് 50-ലോട്ട് അവർക്ക് വെയിറ്റ് ഉദ്ദേശിച്ച പോലെ കുറയ്ക്കാൻ സാധിച്ചില്ല. അത് നിലനിർത്താൻ ആ വെയിറ്റ് കുറഞ്ഞ അതേ വെയിറ്റിൽ തന്നെ നിലനിന്ന് പോകണം മത്സരം തീരുന്നിടം വരെ. അതിൽ നിലനിർത്താൻ അവർക്ക് സാധിച്ചില്ല. ഒരു മെഷർമെന്റ് എടുത്തപ്പോൾ അവർ അതിന് മുകളിൽ, ആ ഉദ്ദേശിച്ച ലിമിറ്റിന് മുകളിൽ വന്നു. അവരെ അയോഗ്യയാക്കി. അപ്പൊ ഈ വാർത്ത വന്നപ്പം തുടങ്ങി ഇന്ത്യയിലെ പ്രതിപക്ഷം ഇത് ഗവൺമെന്റ് ചെയ്തതാണ്, ചതിച്ചതാണ്, ഡോക്ടർ ചതിച്ചതാണ്, ഡോക്ടർ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റൽ ചതിച്ചതാണ്, അതിന്റെ ഓണർ അംബാനി ജയിച്ചതാണെന്നൊക്കെ പറഞ്ഞ് വ്യാജ വാർത്ത അടിച്ചിറക്കാൻ തുടങ്ങി. ഇതേപോലെ തന്നെ ഇറ്റലിയുടെ ഒരു കളിക്കാരിയും അയോഗ്യയായിട്ടുണ്ട്. അവിടുത്തെ പ്രധാനമന്ത്രിക്കോ ഗവൺമെന്റിനോ ഒന്നും അതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അൾട്ടിമേറ്റ്ലി കളിയുടെ നിയമങ്ങൾ പാലിക്കുകയും അത് അറിഞ്ഞിരിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നത് കളിക്കാരുടെ ഉത്തരവാദിത്വമാണ്. കളിക്കാർ പറയുന്ന ആളെയാണ് ഗവൺമെന്റ് കോച്ചായിട്ട് കൊടുക്കുന്നത്.
ഡോക്ടറായിട്ട് കൊടുക്കുന്നത്, ന്യൂട്രീഷനിസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ അത് അവര് ചെയ്യേണ്ട കാര്യമാണ്. അവർക്ക് അതിനൊരു അവർ അറിഞ്ഞുകൊണ്ട് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർക്കൊരു ടാക്ടിക്കൽ അബദ്ധം പറ്റി. ഇപ്പം ചെസ് കളിക്കുമ്പോൾ ചിലർ ടൈം ഔട്ട് ആവും, കറക്റ്റ് ടൈമിൽ ആ മൂവ്മെന്റ് നടത്താൻ പറ്റാതെ വരും. ക്രിക്കറ്റിൽ ചിലപ്പം ചില ആൾക്കാർ അറിയാതെ ഹിറ്റ് വിക്കറ്റ് ആവും, പുറകോട്ട് നീങ്ങി വിക്കറ്റ് പോകുന്നു. അങ്ങനെ പല രീതിയിലുള്ള അബദ്ധങ്ങൾ സ്പോർട്സിൽ സംഭവിക്കാറുണ്ട്, നെഗ്ലിജൻസ് സംഭവിക്കാറുണ്ട്. അതൊക്കെ യാദൃശ്യമാണ്, അതും ഗവൺമെന്റുമായിട്ട് ബന്ധമില്ല. ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഒരു ടോക്സിക് ആയിട്ടുള്ള പ്രതിപക്ഷമാണ്. അതായത് ഗവൺമെന്റ് ചെയ്യുന്നത് എന്ത്, ഇൻഡിവിജ്വൽ ചെയ്യുന്നതാണെന്നുള്ള കാര്യം ബേസിക് ആയിട്ട് മനസ്സിലാക്കാൻ പോലും വിവരമില്ലാത്തവരാണ് ഒരു സെറ്റ് പ്രതിപക്ഷം. വേറൊരു സെറ്റ് എന്ന് പറയുന്നത് എല്ലാത്തിനും ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും ഫേക്ക് സ്റ്റോറികളും നറേഷനും കൊണ്ട് ഗവൺമെന്റിനെ വീഴിക്കാൻ ശ്രമിക്കുന്നവരാണ്. ഇപ്പോഴത്തെ ഗവൺമെന്റ് ഏത് പാർട്ടിയിൽപ്പെട്ട അത്ലറ്റ് ആണെങ്കിലും അദ്ദേഹം ജയിക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന ഗവൺമെന്റാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇന്ത്യക്ക് മെഡൽ കിട്ടണം. ആ ദേശീയ താരത്തിന് ഒരു രീതിയിലും രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരു വേർതിരിവും ഒരു കായിക താരത്തിനോടോ ആൾക്കാരോടോ ഗവൺമെന്റ് കാണിച്ചിട്ടില്ല, കാണിക്കാനോട്ട് ഉദ്ദേശിച്ചിട്ടുമില്ല. പക്ഷേ ഈ പർട്ടിക്കുലർ വ്യക്തിയുടെ കാര്യത്തിൽ സംഭവിച്ചത്, അവര് ഇപ്പൊ ഒരു ഇനം മാറി അവർ റെഗുലർ ആയിട്ട് മത്സരിക്കുന്നതെന്നും മാറി വേറെ ഐറ്റത്തിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നു. അതനുസരിച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, കുറെയൊക്കെ വിജയിച്ചു. പക്ഷെ ഒരു ചെറിയ എറർ പറ്റി. ആ എറർ കറക്റ്റ് ആയിട്ട് അവര് ഈ അതോറിറ്റീസ് പിക്കപ്പ് ചെയ്തു, അവരെ അയോഗ്യയാക്കി. അപ്പൊ അതിന് റെമഡി അപ്പീൽ കൊടുക്കുക, അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അതവർ ചെയ്തിട്ട് പോലും അവരിപ്പോൾ റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ വീണത് വിദ്യയാക്കാനാണ് ഇവിടുത്തെ പ്രതിപക്ഷം ശ്രമിച്ചത്. അതായത് ഈ പാർലമെന്റിലും അതിന് പുറത്തും അതൊരു ഇഷ്യൂ ആയിട്ട് നടക്കുകയാണ്. അപ്പൊ നമ്മളൊരു ഇന്റർനാഷണൽ ഫോറത്തിൽ അവിടുത്തെ നിയമം അനുസരിക്കാൻ ആ മത്സരത്തിന് പോകുമ്പോൾ നമ്മൾ ബാധ്യസ്ഥരാണ്. ഗവൺമെന്റ് നോക്കിയാൽ ഒളിമ്പിക്സിന്റെ നിയമം മാറ്റാൻ പറ്റത്തില്ല, ഗവൺമെന്റിന്റെ കയ്യിലല്ല. അതെല്ലാം ഓട്ടോണോമസ് ആയിട്ടുള്ള അസോസിയേഷനുകളും സംഘടനകളുമാണ്. അവർക്ക് അവരുടേതായ നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് മാത്രമേ നമുക്ക് അവിടെ ജയിക്കാൻ പറ്റത്തുള്ളൂ. അതിൽ എന്തെങ്കിലും അലോമാലി ഉണ്ടെങ്കിൽ അടുത്ത മീറ്റിംഗ് കൂടുമ്പോൾ അത് മാറ്റുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ ഒളിമ്പിക്സിന്റെ പേരിൽ ഇന്ത്യയിലെ മീഡിയയും ഇന്ത്യയിലെ പ്രതിപക്ഷവും കൂടെ കാണിച്ചു കൂട്ടിയതെല്ലാം ശുദ്ധ വഷളത്തരങ്ങളാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇന്ത്യ വിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയും മൂത്ത് യഥാർത്ഥത്തിൽ ഈ കായിക താരങ്ങളെ ഇവർ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ പ്രതിപക്ഷം തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. കായിക താരങ്ങൾക്ക് അനുകൂലമായിട്ടാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് നിന്നത്. പിന്നെ കായിക താരങ്ങളുടെ ആത്മവിശ്വാസം ഈ ഒളിമ്പിക്സിൽ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരു സ്ട്രോങ് ഭരണകൂടത്തിന്റെ കീഴിൽ മത്സരിക്കുമ്പോൾ കായിക താരങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം കിട്ടും. അത് വളരെ നാച്ചുറലാണ്. പണ്ട് റഷ്യക്ക് അതുണ്ടായിരുന്നു, ചൈനയ്ക്ക് അതുണ്ടായിരുന്നു, ജർമ്മനിക്ക് ഒരു കാലത്ത് അതുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സ്ട്രോങ് ഭരണകൂടത്തിന്റെ ഒരു 400 സീറ്റൊക്കെ ഉള്ള ഒരു 3-2 ഭൂരിപക്ഷമുള്ള BJPയുടെ ഭരണകൂടമായിരുന്നു ഇപ്പൊ ഇരുന്നിരുന്നതെങ്കിൽ ചിലപ്പം കായിക താരങ്ങൾക്ക് ഇച്ചിരൂടെ ആത്മവിശ്വാസം കണ്ടാനേ ഇച്ചിരൂടെ പെർഫോമൻസ് കിട്ടുകയും ചെയ്തേനെ. പക്ഷെ ജനങ്ങള് കൊടുത്തത് നിസ്സാര ഭൂരിപക്ഷമേ കൊടുത്തുള്ളൂ. അപ്പൊ കായിക താരങ്ങളുടെ ഞാൻ മനസ്സിലാക്കിയത്, ഞാനും പല കായിക മത്സരങ്ങൾക്ക് പങ്കെടുത്തുള്ളതാണ്, നമ്മളുടെ പുറകിൽ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, നമുക്ക് ആത്മവിശ്വാസമുണ്ട്. അത് നമ്മുടെ സ്കൂളുകാരോ ഒക്കെ നമുക്ക് നല്ല തീറ്റയൊക്കെ വാങ്ങിച്ചു തന്ന് നമ്മളെ നല്ലപോലെ പ്രൊമോട്ട് ചെയ്ത് അവരും നല്ല ശക്തിയുള്ളവരാണെങ്കിൽ നമ്മൾ ഇപ്പൊ ഒരു കബഡി കളിക്കാനോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാനോ ഒക്കെ പോകുമ്പോൾ ആ ആത്മവിശ്വാസം നമ്മൾ കാണിക്കും. കാരണം കളി പെർഫോമൻസിനെ അത് ഡയറക്റ്റ് ആയിട്ട് ബാധിച്ചില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് ബാധിക്കും. അപ്പൊ ഇവിടെ ഒരു സ്ട്രോങ് ഗവൺമെന്റ് ഉണ്ടെങ്കിൽ കളിക്കാരുടെ പെർഫോമൻസ് മാറും. 2020 നമുക്കൊരു സ്ട്രോങ് ഗവൺമെന്റ് ആയിരുന്നു, ഇതേ ഗവൺമെന്റ് തന്നെയാണ്, പക്ഷെ അതിൽ കൂടുതൽ സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് പെർഫോമൻസ് നമുക്ക് 2020 21 ഒളിമ്പിക്സ് നടന്നത് നമ്മൾ കോവിഡ് ഒക്കെ കീഴടക്കിയിട്ട് വളരെ ആത്മവിശ്വാസത്തോടെയാണ് പോയത്. നമുക്ക് കൂടുതൽ മെഡൽ കിട്ടി, വളരെ സന്തോഷമായിരുന്നു. പക്ഷേ ഇപ്പം ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേനും ഗവൺമെന്റ് വീക്കായി, കായിക താരങ്ങളുടെ ആത്മവിശ്വാസവും വീക്കായി. അത് ഒരു സത്യം തന്നെയാണ്. പക്ഷേ ഗവൺമെന്റിന്റെ കുറ്റമാണോ എന്ന് പറയാൻ പറ്റത്തില്ല. ഗവൺമെന്റ് പൈസ കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കളിക്കാരുടെ ആത്മവിശ്വാസം കുറവാണ്. അതുപോലെ എല്ലാ കളിക്കാരും മനസ്സിലാക്കേണ്ട ഒരു പാഠമുണ്ട്, കളിയിൽ തോൽവിയും ജയവും ഉണ്ട്. അപ്പൊ അത് ജയിച്ചാൽ ക്രെഡിറ്റ് വരുന്നത് കായിക താരത്തിനാണെങ്കിൽ തോറ്റാൽ അതിന്റെ ഉത്തരവാദിത്വവും അവരേക്കണം. അല്ലാണ്ട് അതിന് വേറെ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അവരെ സപ്പോർട്ട് ചെയ്യുന്നവരോടും കൂടിയാണ് ഇത് പറയുന്നത്. ജയിച്ചു കഴിഞ്ഞാൽ കായിക താരത്തിനാണ് ക്രെഡിറ്റ് എങ്കിൽ തോറ്റു കഴിയുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം അവരെ കിടക്കണം. അല്ലാണ്ട് അന്നേരം അത് ഗവൺമെന്റ് മോശമായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, സഹായിച്ചില്ല എന്ന് കൂടെ നിൽക്കുന്നവരെ കൊണ്ട് പറയിപ്പിക്കരുത്. കൂടെ നിൽക്കുന്നവരത് പറയാനും പാടില്ല. കാരണം കായിക താരത്തിനെ വിശ്വസിച്ചാണ് നമ്മൾ അവരെ അതിന് സെലക്ട് ചെയ്ത് വിടുന്നത്. അപ്പൊ അവർക്കൊരു അബദ്ധം പറ്റണമെന്നല്ല, അവർ മെഡലും കൊണ്ട് വരണമെന്നാണ് എല്ലാ ഗവൺമെന്റ്, അവരുടെ രാഷ്ട്രീയമല്ല നോക്കുന്നത്. അപ്പൊ ഇവിടെ സംഭവിച്ച അബദ്ധം, ഇവര് സെമി ഫൈനലിൽ കയറിയപ്പോൾ തന്നെ ഇന്ത്യയിലെ പ്രതിപക്ഷം ആഘോഷം തുടങ്ങി. ഇവര് ജയിച്ചില്ല, ഇവര് സെമി ഫൈനലിൽ എത്തിയപ്പോൾ തന്നെ ഇന്ത്യൻ പ്രതിപക്ഷം അങ്ങോട്ട് നിലവിട്ടുള്ള ആഘോഷം തുടങ്ങി. യാതൊരു വിധ ഇതും ഇല്ലാണ്ട് ഗവൺമെന്റ് ഇവരെ തോപ്പിക്കാൻ ശ്രമിച്ചതാണ്, എന്നിട്ടും അവർ ജയിച്ചു എന്നുള്ള നരേഷൻ ഇറക്കുന്നു, പോസ്റ്റ് ഇടുന്നു, എല്ലാം സംഭവിച്ചു. പക്ഷെ അവർക്ക് ഈ നിർഭാഗ്യം സംഭവിച്ചിട്ടും
അവസാനം അവരും ഒരു കാര്യം മനസ്സിലാക്കണം, അവർക്ക് ഈ നിർഭാഗ്യം സംഭവിച്ചിട്ടും അവരുടെ കൂടെ നിൽക്കാൻ ഗവൺമെന്റേ ഉള്ളൂ. ഈ നാളെ വിട്ട പ്രതിപക്ഷവും പപ്പു ഒന്നുമില്ല. പപ്പുവിന്റെ കൂടെയുള്ളവർക്കും സ്പോർട്സിന്റെ നിയമവും അറിയത്തില്ല, ഒരു പഞ്ചായത്തിന്റെ നിയമം പോലും അറിയാൻ മേലാത്തവന്മാരാണ് ഇന്ത്യൻ പ്രതിപക്ഷം. എന്നിട്ട് അവരെ വിശ്വസിച്ച് കായിക താരങ്ങളൊന്നും ദയവ് ചെയ്ത് ഇറങ്ങരുത്. കാരണം ഒന്നാമതായിട്ട് സ്പോർട്സിന്റെ നിയമങ്ങൾ എന്താണ്, മാനേഴ്സ് എന്താണ്, ഇതേ സംബന്ധിച്ചിടത്തൊന്നും യാതൊരു വിവരവും ഇല്ല. ഒരു ലോകത്തിൽ നിന്നുള്ളതിലെ ഏറ്റവും റോഗ് ആയിട്ടുള്ള പ്രതിപക്ഷമാണ് ഇന്ത്യൻ പ്രതിപക്ഷം, 100% റോഗ്സ്. അപ്പൊ അതുകൊണ്ട് അവരെ വിശ്വസിച്ച് സിനിമാ താരങ്ങളോ സ്പോർട്സ് താരങ്ങളോ ഒന്നും ഇറങ്ങരുത്. ഇന്റർനാഷണൽ ലെവലിൽ അത് വീണ്ടും നാണക്കേടുണ്ടാക്കും. എന്തെങ്കിലും ഒരു അനീതി നമുക്ക് ഇന്റർനാഷണൽ ലെവലിൽ നടന്നാൽ അത് നിയമപരമായിട്ട് നേരിടുക. അതുപോലെ തന്നെ നിയമം ഇപ്പം എന്താണ്, മറഡോണയെ ഒരു പ്രാവശ്യം ഇതിൽ പിടിച്ചു, ഡോപ്പിങ്ങിൽ പിടിച്ചു. അയാളെ ടൂർണമെന്റിൽ നിന്ന് പുറത്താക്കി. അയാൾ ലോക ചാമ്പ്യനും വേൾഡ് കപ്പ് എല്ലാം എടുത്ത ആളാണ്. അതുപോലെ അനേകം ആൾക്കാർക്ക്, ബെൻ ജോൺസൺ, അനേകം ആൾക്കാർക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് പല രീതിയിൽ. ചിലർക്ക് തൂക്കം കൂടിയത്, ചിലർക്ക് മരുന്ന് കൂടിയത്, ചിലർക്ക് വേറെ പല രീതിയിലുള്ള നോൺ എലിജിബിലിറ്റി ക്ലോസുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ സമചിത്തതയോടെ നേരിടാനുള്ള കാര്യങ്ങൾ കായിക താരങ്ങളും അവരുടെ വീട്ടുകാരും അവരുടെ കൂടെയുള്ളവരും പഠിക്കണം. അതുപോലെ ഇന്ത്യൻ പ്രതിപക്ഷം എന്ന് പറയുന്ന അരാജകവാദികളോട് പറയാനുള്ളത്, നിങ്ങൾ പാർലമെന്റിലും പുറത്തും കാണിക്കുന്ന സംസ്കാരമില്ലായ്മ ദയവ് ചെയ്ത് ഇന്റർനാഷണൽ ഫോറത്തിൽ നിങ്ങൾ കാണിക്കരുതെന്നുള്ളതാണ് ഈ പപ്പുവിനോടും ഇന്ത്യ അലയൻസിനോടും പറയാനുള്ളത്. ഇന്ത്യയുടെ മാന്യത കളയുന്ന പരിപാടികൾ ഈ ഒളിമ്പിക്സിലും ഏഷ്യാഡിലും ഒന്നും പോയി നിങ്ങൾ കാണിക്കാണ്ടിരിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.